ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് അയമോദകം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അച്ചപ്പത്തിലും മുറുക്കിലും ഒക്കെ ചേർക്കുന്നില്ലേ, അതാണ്. അപ്പോൾ അത് ഗ്യാസ് ട്രബിളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇനിയില്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ എണ്ണയും അയമോദമൊക്കെ ചേർത്തതുകൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് ആകുന്ന രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. ഇനി അഥവാ വെള്ളം കൂടിപ്പോയാലും കുറച്ച് മാവ് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വയ്ക്കുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഇതൊരു സ്മാഷർ എടുത്ത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്മാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ കിണ്ണമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അടിഭാഗമൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിതിവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് 1 കപ്പ് അളവിൽ. അതേപോലെ തന്നെ 1 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയില ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാനിതിവിടെ ചേർക്കുന്ന ചാട്ട് മസാലയാണ് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ്. 1 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് വേണമെന്നില്ല. ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിലും കുറവളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ചേർക്കുന്നത് മാഗി മസാലയാണ് കേട്ടോ. മാഗി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ ആയിരിക്കും. അപ്പോൾ ചാട്ട് മസാല ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പകരം ഈ മാഗി മസാല മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും, കുഴപ്പമൊന്നുമില്ല. വെജിറ്റബിൾ മസാല ഉണ്ടെങ്കിൽ ഏതായാലും മതി കേട്ടോ. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി മാഗി മസാല കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം, മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ക്യാബേജൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ബീൻസൊക്കെ ചെറുതായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ബീൻസും ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫില്ലിങ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എടുക്കാം. മാവ് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുഴച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ടോ അല്ലെങ്കിൽ ബൗളിൽ വെച്ചോ കുഴച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് തന്നെ വേണമെന്നില്ല, കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അതായത് അതിനെ ഒരേ ലെവലിലുള്ള ഒരു നീളത്തിലൊരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരേ അളവിൽ വേണം ഒന്നൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാനിതിവിടെ 3 ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്.
മൂന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നും ഓരോ ബോൾ ആക്കി ഉരുട്ടിയെടുക്കാം. ഇനി അതിന് ശേഷം ഗോതമ്പ് പൊടി വിതറി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്, നീളത്തിലാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഗോതമ്പ് പൊടി വിതറി കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസാവാനും പാടില്ല, അതുപോലെ കട്ടി കൂടാനും പാടില്ല. ഈ ഒരു രീതിയിലും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് സൈഡൊന്ന് പിടിച്ച് അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരെണ്ണം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ലെവലാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ ആ 2 സൈഡ് അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സൈഡെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരേ അളവിലുള്ള 3 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മൈദയും 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും മാത്രം ചേർത്താലും മതിയാകും കേട്ടോ. അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പലഹാരം ഈ ഒരു ബാറ്ററിലേക്കൊന്ന് മുക്കിയെടുക്കാം. ഒരുപാട് തിക്കായിട്ട് എടുക്കരുത് കേട്ടോ, എങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു കോട്ടിങ്ങിന് ഒരുപാട് കട്ടിയായി പോകും. അപ്പോൾ ഞാനതവിടെ 2-3 എണ്ണം ഒന്ന് ഒരുമിച്ച് തന്നെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു പലഹാരങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് പുറം ഭാഗം കരിഞ്ഞു പോകും. കാരണം നമ്മളതൊരു മാവിൻ്റെ ഒരു കോട്ടിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട്. അതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിലത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടത്തില്ല. മീഡിയം ടു ഹൈ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്, സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ ഇത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പലഹാരമൊന്നും അധികം എണ്ണ പിടിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. തണുക്കുമ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് മാറും. പിന്നെ നിങ്ങൾക്കിത് കുട്ടികൾക്ക് ടിഫിനിലും അതുപോലെ സ്നാക്സായിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഉറപ്പായിട്ടും എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, മുകൾ ഭാഗം നല്ല ക്രിസ്പിയാണ്. ഇത് നമുക്ക് ചട്നിയോടൊപ്പം അല്ലെങ്കിൽ ടൊമാറ്റോ സോസിനോടൊപ്പം ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.